ആകാശമേ ഞാൻ നിന്നെ കാണുന്നു, നീ എന്നെ കാണുന്നു, തിരുറൗള കാണുന്നു, മദിനൂറ് കാണുന്നു. ആകാശമേ ഞാൻ നിന്നെ കാണുന്നു, നീ എന്നെ കാണുന്നു, തിരുറൗള കാണുന്നു, മദിനൂറ് കാണുന്നു. പിരിശമിലാത് പാടിയ പ്രിയ ചരിതങ്ങളോദിയ, പിരിശമിലാത് പാടിയ പ്രിയ ചരിതങ്ങളോദിയ, ചിരിമൊഴി ചുണ്ടിൽ ചാർത്തിയ തിരുനബി എന്നെ ഹാദിയ. എങ്ങും പോരിശ് പൊങ്ങുന്നു, ഹൃദ്യം സാന്ത്വനമാകുന്നു, സയ്യിദ് റംബിയിൽ ചൊന്നു നല്ല സ്വലാത്തും മുഴങ്ങുന്നു. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീ വൽ അബ്തഈ വൽ ഹബീബിൽ യാ റബി. ആകാശമേ ഞാൻ നിന്നെ കാണുന്നു, നീ എന്നെ കാണുന്നു, തിരുറൗള കാണുന്നു, മദിനൂറ് കാണുന്നു. അഹദി ഞങ്ങളെ കനിവിന്റെ കഴിവുകൾ ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാഹ്. ചൊല്ലി സ്വലാത്തു സലാമും ചൊല്ലി ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാഹ്, ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാഹ്. അഹദി ഞങ്ങളെ കനിവിന്റെ കഴിവുകൾ ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാഹ്. ചൊല്ലി സ്വലാത്തു സലാമും ചൊല്ലി ഇവിടെ തുടങ്ങട്ടെ യാ അല്ലാഹ്, തുടങ്ങട്ടെ യാ അല്ലാഹ്. ആകാശത്തിലൊരമ്പിളിയാണോ, ആയക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ള വൈദൂരക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ. ആകാശത്തിലൊരമ്പിളിയാണോ, ആയക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ള വൈദൂരക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ. മരുഭൂമിൽ മരുപച്ച വിരിച്ചു പൂവേ, മണിമക ഹൃദയശലതിശേദീവേ. മരുഭൂമിൽ മരുപച്ച വിരിച്ചു പൂവേ, മണിമക ഹൃദയശലതിശേദീവേ. ആശിച്ചോരാശ പൂക്കളോ, റസൂലുള്ള ആരും കൊതിക്കും തെന്നലോ, ഹബീബുള്ള ആരും കൊതിക്കും തെന്നലോ. ആകാശത്തിലൊരമ്പിളിയാണോ, ആയക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ള വൈദൂരക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ. മർഹബാ യാ മുസ്തഫ, മർഹബാ യാ മുസ്തഫ, മർഹബാ യാ മുസ്തഫ, മർഹബാ യാ മുസ്തഫ. യാ ഹബീബല്ലാഹ് നൂർ ആ ഗയാ, നൂർ ആ ഗയാ, നൂർ ആ ഗയാ, നൂർ ആ ഗയാ. ആമിന ബീവി പുഞ്ചിരിച്ചു, നൂർ ആ ഗയാ. മക്ക മണ്ണിൽ നൂറുദിച്ചു, നൂർ ആ ഗയാ. ലോകമാകെ വെൺപ്രഭ പൂണ്ടു, നൂർ ആ ഗയാ. മണ്ണും വിണ്ണും ശുക്ർ പൊലിഞ്ഞു, നൂർ ആ ഗയാ. പുകളുകളാലെ ഉലകിത
നീലമാകെ പുതുലഞ്ഞു ഉലകമിലാകെ നൂറാകയാ 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 നൂറാകയാ. അഹലോകെ കാരണം തൊളി യാ റസൂലേ എന്നും വാരി പൂകി പൂരണമുത്തൊളി യാ റസൂലേ. അഹലോക ഭീകരാമ്പന്തയിലെത്തും വാണ്ടിടുന്ന കാലഘട്ടം ഭീകരാമ്പന്തയിലെത്തും വാണ്ടിടുന്ന കാലഘട്ടം വീരമുള്ള മനുഷ്യത്വം നേരെടുത്ത സമയത്തും എത്തി മരുഭൂമി മക്കാനാട്ടിൽ ആശിൻ ഖുറൈശിൻ വീട്ടിൽ അലങ്കാര മുഹമ്മദ് തേരണമാകെ ആരോഗ്യ കാരണമുത്തൊളി യാ റസൂലേ എന്നും വാരി പൂകി പൂരണമുത്തൊളി യാ റസൂലേ. അലിയാരെ കല്യാണ പുതുമ ചൊല്ലാൻ മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ. അരിമുല്ല പുതു ബീവി കൊടുത്തൊരുങ്ങി അത് പെങ്ങൾ പറഞ്ഞാൽ എന്നോടൊങ്ങയില്ല ഓടുങ്ങയില്ല പൊന്നേറസില്ല പൊന്നി പറഞ്ഞാലില്ല മിന്നുന്ന നെറ്റിപ്പട്ടം വീരിക്കുന്നില്ല വീരിക്കുന്നില്ല. അലിയാരെ കല്യാണ പുതുമ ചൊല്ലാൻ മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സമൃദ്ധിഹിൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ ഇന്ന് മഹബൂബ് മുത്തുറസൂലിന്റെ പിറന്നാളാണല്ലോ. പുത്തനടപ്പുമടത്തു കുരുന്നുകൾ ആനന്ദത്താല് ദഫിൻ താളത്തിനൊത്തു കുസുമ പൂക്കൾ വിരിഞ്ഞല്ലോ. സമൃദ്ധിഹിൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ ഇന്ന് മഹബൂബ് മുത്തുറസൂല് പിറന്നാളാണല്ലോ. പുത്തനടപ്പുമടത്ത് കുരം ആനന്ദത്താല് ദഫിൻ താളത്തിനൊത്തു കുസുമ പൂക്കൾ വിരിഞ്ഞല്ലോ. അക്കു പറഞ്ഞത് മുത്തുറസൂൽ ഒത്തയെറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിൽ മുളക്കം ത്യാഗം ചെയ്തൊരു പൂമുത്ത്. അക്കു പറഞ്ഞത് മുത്തുറസൂൽ ഒത്തയെറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിൽ യുദ്ധമുളക്കം ത്യാഗം ചെയ്തൊരു പൂമുത്ത്. നിർവഹിക്കാം മാതിരി കൈവരി നെഞ്ചി സ്വർണ്ണ പൂമലരി റബ്ബ് വാറ്റിയ സ്നേഹനിലാവ് മുമ്പിലേക്കും തിളിനീരി യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ് യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ് യാ നജിയല്ലാഹ് മുത്ത് യാ ഷഫീഅല്ലാഹ് യാ നജിയല്ലാഹ് മുത്ത് യാ ഷഫീഅല്ലാഹ്. സമൃദ്ധിയിൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ ഇന്ന് മഹബൂബ് മുത്തുറസൂല് പിറന്നാളാണല്ലോ. മയിളക്കും മോചനങ്ങൾ മാതൃക കാട്ടിയ നേതാവ് മാനവർക്കെല്ലാം തുല്യനീതി മാനമദേവിയ മാനിത്. മയിളക്കും മോചനങ്ങൾക്ക് മാതൃക കാട്ടിയ നേതാവ് മാനവർക്കെല്ലാം തുല്യനീതി മാനമദേവിയ മാനിത്. ദാനശീല കർമ്മധീരം കർമ്മപാലകരായവരെ ലളിത ജീവിത പൊലിക്കിലോ സ്നേഹിച്ചൊരു മാനിതരെ യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ് യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്. അസ്സലാമു അലൈക്കും. ഫിർദൗസാണല്ലോ റൗള ശരീഫ് ജന്മമിതിൽ അണയായ പോലെ ഇവരോ ലഹീഫ്. ജന്നത്തുൽ ഫിർദൗസാണല്ലോ റൗള ശരീഫ്
ജന്മമിതിൽ അണയായ പോലെ ഇവരോ ലഹീഫ് ആണ്ടുകളായിരം മുന്നേ പിറക്കാൻ ഭാഗ്യം നാഥൻ തന്നില്ല അതിരമവട്ടം പോകും വദനം ഇതുവരെ കനവിൽ കണ്ടില്ല അശ്റഫുൽ മുബശ്ശിറല്ലാഹ് അസ്ഹാബിൽ കണ്ണികളല്ല എങ്കിലും അനുരാഗം അപഹാദം പാടുന്നു മധുഹോടുന്നു ജന്നാത്തുൽ ഫിർദൗസാണല്ലോ റൗള ശരീഫ് ജന്മമിതിൽ അണയായ പോലെ ഇവരോ ലഹീഫ് അരികിലുറങ്ങും സിദ്ദീഖോരെ ഇവരുടെ വസനം പറയൂലെ അങ്ങ് പറഞ്ഞാലെന്തായാലും ത്വാഹ റസൂലും കേൾക്കൂലേ അരികിലുറങ്ങും സിദ്ദീഖോരെ ഇവരുടെ വസനം പറയൂലെ അങ്ങ് പറഞ്ഞാലെന്തായാലും ത്വാഹ റസൂലും കേൾക്കൂലേ തൗഹിൽ നബിയോടൊരുമിച്ചു സൗബാൽ പഴുതേറെ അടച്ചു സൗറിൽ നബിയോടൊരുമിച്ചു സൗബാൽ പഴുതേറെ അടച്ചു എന്നെങ്കിലും ഒന്നവിടം വരെ വരണം നബിയേ എന്നെങ്കിലും ഒന്നവിടം വരെ വരണം നബിയേ ഏരിയും നെഞ്ചിൻ അനുരാഗം തീർക്കോ നിധിയേ അസ്സലാമു അലൈക്കും الصلاة والسلام على أشرف رسول الله وعلى آله وصحبه وسلم أما بعد ബഹുമാനപ്പെട്ട അധ്യക്ഷരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സലാമു അലൈക്കും മഹാനായ മുത്തു മുസ്തഫ തങ്ങളുടെ ജന്മദിനം കൊണ്ടനുഗ്രഹമായ ഈ മഹത്തായ വേദി അവിടുത്തെ ജന്മദിനാഘോഷത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ലോകമാകെ തിരുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആഹ്ലാദകരമായ സമയമാണിത്. കണ്ണും കാതും കൂർപ്പിച്ച് വെച്ച് ആർക്കും കേൾക്കാനും കാണാനും കഴിയുന്ന ജന്മദിനാഘോഷത്തിൻ്റെ ആരവങ്ങൾ മണ്ണും വിണ്ണും തോരണങ്ങൾ കൊണ്ട് അലങ്കിതമായ ഗാനനീലിമഴ നക്ഷത്രവർണ്ണമഴ പൊഴിക്കുന്നത് കാണുന്നില്ലേ? എന്താണ് ഇതിന് കാരണം? ഈ ലോക സൃഷ്ടിപ്പിന് കാരണക്കാരായ തിരുനബിയുടെ ജന്മദിനാഘോഷത്തിൻ്റെ ആളതും തന്നെ. ആ ഭൂമിയെ നെഞ്ചിനുള്ളിൽ അല്പം സ്നേഹമുള്ള ആരും ഈ മാസത്തിൽ ആഹ്ലാദിക്കാതിരിക്കില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് തിരുനബി പിറന്നത്. അതേ മക്ക എന്ന മണൽക്കയിലായിരുന്നു അവിടുത്തെ ജനനം. കലുഷിതമായിരുന്നു അക്കാലം. മനുഷ്യർ ജീവിത ലക്ഷ്യം മറന്നു ജീവിച്ചു. അവരെ ജീവിതത്തിൻ്റെ അർത്ഥം പഠിപ്പിക്കുകയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സത്യം കണ്ടറിഞ്ഞ് 1000 വിശുദ്ധ മതത്തിൻ്റെ ഭാരവാഹികളായി നന്മയും തിന്മയും അവിടുന്ന് പഠിപ്പിച്ചു. സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചു. അവിടുന്ന് പഠിപ്പിക്കാൻ ബാക്കിയൊന്നുമില്ല. മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളും ആ ജീവിതത്തിലൂടെ സമൂഹം മനസ്സിലാക്കി. അങ്ങനെയുള്ള ആ ഭൂമിയെ തന്റെ അനുയായികൾ ഒരിക്കലും മറന്നില്ല. നബിയെ നേരിൽ കണ്ട സ്വഹാബികളും അവരെ കണ്ടവരും അവിടുത്തെ പാത പിന്തുടർന്നു പോന്നു. നബി ജനിച്ച ദിവസമായ തിങ്കളാഴ്ച അവിടുന്ന് നോമ്പെടുത്തു അല്ലാഹു തആലയ്ക്ക് നന്ദി കാണിച്ചിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മധുഹുകൾ പറയണം, മദീനയിലണയണം, മഹിമകൾ നിറഞ്ഞുള്ള മഹമൂദ് സ്വല്ലല്ലാഹ്. മധുഹുകൾ പറയണം, മദീനയിലണയണം, മഹിമകൾ നിറഞ്ഞുള്ള മഹമൂദ് സ്വല്ലല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഖിലത്തിൽ സബബാണ്, അഹദിന്റെ ഒളിവാണ്, അഹ്മദ് നബിയാണ്, അഷ്റഫുൽ ബശറാണ്. അഖിലത്തിൽ സബബാണ്,
അഹദിന്റെ ഒളിവാണ് അഹമ്മദ് നബിയാണ് അസ്റഫുൽ ബശറാണ് അറിവിന്റെ പുരമാണ് അഴകൊത്ത മലരാണ് അറിവിന്റെ ഉരമാണ് അഴകൊത്ത മലരാണ് മധുകൾ പറയണം മദീനയിലണയണം മഹിമകൾ നിറഞ്ഞുള്ള മഹമൂദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പിളർത്തിയവർ പൗലത ഉള്ളവർ ബന്ധങ്ങൾ ചേർത്തവർ ബന്ധനം മാറ്റിയവർ ബഹുലത ഉള്ളവർ ബഹുമനസീത ബഹുലത ഉള്ളവർ ബഹുമനസീത മധുകൾ പറയണം മദീനയിലണയണം മഹിമകൾ നിറഞ്ഞുള്ള മഹമൂദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. ബദറുൽ കമാലിനും ചേലേനിധി നൂറുള്ള മദ്റൂസപ്പൂവിനും അശകേ നബി ഹൈറുള്ള ബദറുൽ കമാലിനും ചേലേനിധി നൂറുള്ള മദ്റൂസപ്പൂവിനും അശകേ നബി ഹൈറുള്ള അഹദന്റെ അമറിനാൽ ഉദിച്ച നിലാവ് അഖിലമിൽ അവരില്ലതില്ല ജമാലി ഉടയനു അബിബൊരു കൊടുത്ത കലാമി ഉലകത്തിൽ അവരില്ലതില്ല സലാമ് ശംസുൽ ഹുദ മുസ്തഫ നൂറെ തുജ മുർത്തദ ശംസുൽ ഹുദ മുസ്തഫ നൂറെ തുജ ബദറുൽ കമാലിനും ചേലേനിധി നൂറുള്ള മദ്റൂസപ്പൂവിനും അശകേ നബി ഹൈറുള്ള ജന്നത്തിന്റെ ബാബിൽ കുറിച്ചുള്ള നാമം ജന്മം കൊണ്ട ശേഷം ശ്രവിച്ചുള്ള നാദം ജന്നത്തിന്റെ ബാബിൽ കുറിച്ചുള്ള നാമം ജന്മം കൊണ്ട ശേഷം ശ്രവിച്ചുള്ള നാദം ജയമത ഇസ്ലാം തെളിയിച്ച പണിമത് ജഗമകെ പടക്കുവാൻ സബബലത്തിൽ നബി ജഹ്ലിന്റെ ഇരുൾ മതി അണഞ്ഞുള്ള ഗുരു നബി ജനമന അഖിലവും വാഴ്ത്തുമ പൂവനി യാസീൻ റസൂലേ അസ്സലാം ഹാത്തിം ഹബീബേ അസ്സലാം യാസീൻ റസൂലേ അസ്സലാം ഹാത്തിം ഹബീബേ അസ്സലാം ബദറുൽ കമാലിനും ചേലേനിധി നൂറുള്ള മദ്റൂസപ്പൂവിനും അശകേ നബി ഹൈറുള്ള അഗതായിൽ സ്നേഹം മയങ്ങുന്ന ദേഹം അകലെ അറബി കടലിൻ്റെ തീരം അഗതായിൽ സ്നേഹം മയങ്ങുന്ന ദേഹം അകലെ അറബി കടലിൻ്റെ തീരം മൊഹബത്തിൻ വനിയിലെ അജബിൻ്റെ പ്രതിനിധി മന്ദിങ്ങും മദിനത്തെ മലരന്റെ കതിറൊളി മനസ്സകം എരിയുമ്പോൾ കുളിരല്ല ബദറൊളി യാസീൻ റസൂലേ അസ്സലാം ഹാത്തിം ഹബീബേ അസ്സലാം യാസീൻ റസൂലേ അസ്സലാം ഹാത്തിം ഹബീബേ അസ്സലാം ബദറുൽ കമാലിനും ചേലേനിധി നൂറുള്ള
മദ്റോസാപ്പൂവിനും അശയേ നബി ഹൈറുള്ള. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ഈ വരിയിൽ നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മെ സൃഷ്ടിച്ച അല്ലാഹുവിനുള്ള കടപ്പാടുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറെ കൂടുതൽ ബാധ്യതയുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങൾ എനിക്ക് ആരാധിക്കുക, ശിർക്ക് ചെയ്യരുത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. മാതാപിതാക്കളോട് കാണിക്കേണ്ട കാരുണ്യവും സ്നേഹവും പെരുമാറ്റ രീതികളും പലയിടങ്ങളിലായി ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഇരുലോക വിജയത്തിന് നിദാനമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച ആദ്യ ഗുരുവാണല്ലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാതാപിതാക്കൾക്ക് അർഹമായ പരിഗണന നൽകാൻ ശക്തമായ ഭാഷയിൽ നിർദ്ദേശിച്ചതായി നമുക്ക് കാണാം. മാതാപിതാക്കൾ സ്വർഗ കവാടമാണെന്ന് തിരുദൂതർ നമ്മെ പഠിപ്പിച്ചു. സ്വന്തം മാതാവിനെ ഓർത്ത് കണ്ണീരൊഴുക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാർ, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് നേതാവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തെ സംബന്ധിച്ച് ഏതാനും വാക്കുകൾ പറയാൻ വേണ്ടിയാണ്. എൻ്റെയും നിങ്ങളുടെയും നേതാവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 61-ാം വയസ്സിൽ ലോകത്തോട് യാത്രയായി. ഈ സംഭവം ജീവിതത്തിൽ തിരശ്ശീല വീണതോടെ പ്രവാചക പരമ്പര അവസാനിച്ചു. ഹിജ്റ 11-ാം വർഷം സഫർ മാസം അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗബാധിതരായി. 13 ദിവസം അത് നീണ്ടു നിന്നു. രോഗം കഠിനമായപ്പോൾ ആയിഷ ബീവിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. രോഗം കാരണം പള്ളിയിൽ പോയി നേതൃത്വം വഹിക്കാൻ കഴിയാതെയായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പകരക്കാരനായി അയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാത്തൊരു ജമാഅത്ത് സ്വഹാബികൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം സ്വഹാബാക്കളുടെ സങ്കടം സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ രണ്ടുപേരുടെ ചുമലിൽ കൈ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വന്നു. അവസാന പ്രഭാഷണത്തിൽ പറഞ്ഞു, ഞാൻ ആദ്യത്തേനായി മുമ്പേ പോകുന്നു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നതാണ്. നിങ്ങളുടെ വാഗ്ദത്ത സ്ഥലം എൻ്റെ റൗളയാണ്. ആരെങ്കിലും എന്നെ സമീപിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ്റെ കൈയും നാം അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ഞാൻ സംരക്ഷിക്കും എന്ന് അവിടെ മുന്നറിയിപ്പ് നൽകി. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് യാത്രയായി. അവിടുത്തെ വഫാത്ത് സ്വഹാബികൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. മദീനയാകെ ശോകമുഖമായി. അവിടുത്തെ വഫാത്ത് വിശ്വാസികൾക്ക് ഏറെ ദുഃഖത്തിലായി. ഉമർ റളിയല്ലാഹു അൻഹു ബുദ്ധിഭ്രമം സംഭവിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിശബ്ദനായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാവരെയും നിശബ്ദരാക്കി. അങ്ങനെ രംഗശാന്തമായി. സ്വഹാബികൾ എല്ലാവരും യോഗം ചേർന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി തെരഞ്ഞെടുത്തു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് സ്വഹാബികൾ ഓരോരുത്തരായി നിസ്കരിച്ചു. ബുധനാഴ്ചയായിരുന്നു ഖബറടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിൽ എവിടെയാണോ വഫാത്തായത് അവിടെ തന്നെ ഖബറടക്കി. ഭൂമിയിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഈ സ്ഥലത്തെ ഹുജ്റത്ത് ഷരീഫ് എന്ന് പറയുന്നു. ഹജ്ജിന് പോകുന്നവർ ഹജ്ജ് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള സന്ദർശിക്കാൻ കൂടി കരുതിയാണ് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഖബറിനെ സന്ദർശിച്ചു, എന്നാൽ അവനക്ക് സ്വർഗം ഉറപ്പാണ്. ഹജ്ജ് ചെയ്ത് എൻ്റെ ഖബറിനെ സന്ദർശിച്ചില്ല, എന്നാൽ അവൻ എന്നോട് പിണക്കത്തിലാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഹബീബിനെ കാണാൻ റബ്ബ് നമ്മളെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് നമ്മളെ വിജയത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യക്ഷരെ, ഉസ്താദുമാരെ, സഹപാഠികളെ, എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ മായത്തെ വേദിയിലെ പ്രവാചകന്മാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, മനുഷ്യർ ഇസ്ലാം മതം ക്ഷണിക്കുന്നതിനും അവിടെ സംസ്കരിക്കുന്നതുമാണ് അള്ളാഹ് പ്രവാചകന്മാരെ ദൂരമൊക്കെ തയ്ച്ചത്. വിവിധ ദേശത്തും കാലത്തുമായി 1 ലക്ഷത്തിലധികം പ്രവാചകന്മാർ വന്നുപോയി. അന്യ മനുഷ്യനെ ആദം നബിയെ പ്രവാചകനായി നിയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു അവനെ മതത്തെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തിയത്. ജനതെറ്റിലേക്ക് വഴിമാറിക്കൊണ്ടിരുന്ന പോയിട്ട് അള്ളാഹു അവൻ്റെ മതത്തെ മനുഷ്യരെ പരിചയപ്പെടുത്തി. യോജ്യമായി പ്രബോധനം നടത്തിയത് ആരും അടങ്ങിയിരുന്നില്ല. അങ്ങാടിയും ആഘോഷവേദി ആൾക്കൂടിയും പ്രവാചകന്മാർ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു പോന്നു. പ്രബോധനവുമായി രംഗെത്തിയ പ്രവാചകന്മാർ പൂമാലയിട്ടിരുന്നില്ല.
ഇതിനെ സ്വീകരിച്ചത് മർദ്ദം കൊണ്ടാണ് വരവയ്ക്കുന്നത്. മനുഷ്യർ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്നും ആരാധന അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നും ജനങ്ങൾക്കിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. നാട്ടുപ്രമാണന്മാർക്കും ഗ്രാമമുഖന്മാർക്കും ആൾദൈവമാക്കുന്നു. ഇതൊന്നും ദഹിച്ചിരുന്നില്ല. പ്രവാചകന്മാർ അക്രമങ്ങളുണ്ടായി ക്രൂരമായ പീഡനക്കിരയായി എല്ലാം കൊണ്ടും നേരിട്ടു. ഇത്രയും പറഞ്ഞൊരു കൊച്ചു പ്രശ്നം അവിടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, മുത്തുനബിയുടെ മേലാത ലോകമാകമാനം കൊണ്ടാടുന്ന ഈ സുന്ദര സമയത്ത് അവിടുത്തെ അല്പം വാഴ്ത്തി അവസാനിപ്പിക്കാം. പരമൂരി വിശ്വാസികളുടെ ഹൃദയാന്തരം പ്രകാശം കൊള്ളുന്ന പൗർണമിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രകീർത്തനങ്ങൾ വാമൊഴിയാലും മരമൊഴിയാലും അടയാളപ്പെടുത്താൻ അന്ത്യനാൾ വരെ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, ഒരു ഫോനാൽ കഥയ്ക്കിറക്കും അങ്ങയുടെ കീർത്തനം ഉയർത്തിയിരിക്കുന്നു എന്ന്. അതെ, ആ കീർത്തന പൂർത്തീകരണം സാധ്യം തന്നെ. മുത്തിന്റെ കീർത്തനത്താൽ നിന്നൊരു ചെറുതാൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിവർത്തി വാക്കുകൾക്ക് വിരാമമിടാം. കല്ലിലും കാമക്കൂത്തിലും ലയിച്ചും കണ്ണിൽ കാണുന്നതിനെ മുഴുവൻ ആരാധിച്ചും അരുതായ്മകളിൽ മാത്രം ആനന്ദം കണ്ടെത്തിയിരുന്ന അജ്ഞരായ അധമ വിഭാഗം, അതായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനത. ഈ സമൂഹത്തിലേക്കാണ് മുത്തുനബിയുടെ യുഗപ്പിറവി. സ്നേഹ സമീപനം കൊണ്ട്, സഹനം കൊണ്ടും, സ്വഭാവം കൊണ്ടും, സത്യത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണം കൊണ്ടും ആത്മവിഭാഗത്തെ സംസ്കാര സമ്പന്നരാക്കി എന്നുള്ളതാണ് മുത്തുനബിയുടെ ക്രെഡിറ്റ്. പിറന്നത് പെൺകുഞ്ഞെന്നറിഞ്ഞാൽ ഹൃദയം ജീവനോടെ കുളിച്ചുമുടിയ കാട്ടാളന്മാർക്ക് മുമ്പിൽ 2 പെൺമക്കളെ വിറ്റ് നൽകി വളർത്തിയവനെ പരലോകത്ത് പ്രതിഫല കൂമ്പാരമുണ്ടെന്ന് സന്ദേശം എത്തിച്ച് സ്ത്രീക്ക് സ്വത്തവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച് അവിടുന്ന് ജ്ഞാനം വിളിച്ചു നൽകി സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വിത്തുകൾ പാകി. വർണ്ണവിവേചനത്തെ പടികടത്തി കറുകറുത്ത ബിലാൽ തങ്ങളെയും വെളുവളത്ത് സൽമാൻ ഫാരിസി തങ്ങളെയും സഹോദര്യത്തിന്റെ ഒരൊറ്റ പൂമാലയിൽ കോർത്തു. ഇങ്ങനെ അവിടുന്ന് രചിച്ച സുഹൃത്ത് വിപ്ലവം വിവരിക്കാനാവില്ല. വിമർശകരുടെ ആരോപണ നൂലാമാല പോലെ വാളുകൊണ്ടല്ല അവിടുന്ന് പരിശുദ്ധ ഇസ്ലാമിനെ ഉയർത്തിയത്, മറിച്ച് ഉത്കൃഷ്ട വിശിഷ്ടവുമായ സ്വഭാവത്തിലൂടെയായിരുന്നു. അള്ളാഹു പറഞ്ഞല്ലോ, നബിയെ അങ്ങ് വിശിഷ്ട സ്വഭാവത്തിനുടമയാണെന്ന്. അവിടുത്തെ സഹന സാമീപ്യം കൊണ്ട്, സ്നേഹ വായ്പ കണ്ട് എത്ര പേരാണ് ഇസ്ലാം പുലുകിയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുന്ന വഴിയിൽ എന്നും മലിനമാക്കുന്ന ഒരു ജൂത സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു ദിനം ഈ പതിവ് തെറ്റിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ അന്വേഷിച്ചു. രോഗാവസ്ഥയാണെന്നറിഞ്ഞു സന്ദർശിച്ചു. രോഗശമനത്തിനായി പ്രാർത്ഥിച്ചു. ആ സ്ത്രീ അത്ഭുതപ്പെട്ടു. ഇദ്ദേഹത്തിനെയാണോ ഇത്രയും നാൾ ഞാൻ ബുദ്ധിമുട്ടിച്ചത്? ആ സ്ത്രീ ഉടനടി ഇസ്ലാം നൽകി. ഇങ്ങനെ എത്ര മകുടോദാഹരണങ്ങൾ. ഓതരവഴിയിൽ കല്ലുകളും മുള്ളുകളും കനൽ ചീലുകളും ഒന്നൊന്നായി പതിച്ചപ്പോൾ അവിടുന്ന് സഹിച്ച സഹനത്തിന്റെ പ്രതിഫലനങ്ങളാണ് അന്നും ഇന്നും എന്നും ഇസ്ലാമിന്റെ വിജയ രഹസ്യം. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ ഉസ്താദുമാരെ, മാതാപിതാക്കളെ, സദസ്യരെ, അസ്സലാമു അലൈക്കും. ഒരു കൊച്ചുകുരുവി സമുദ്രത്തിൽ നിന്ന് വെള്ളം കൊത്തിയെടുക്കുന്നത് പോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വങ്ങളിൽ നിന്നും ഞാനും ഒരൽപ്പം സംസാരിക്കാം. അവിടുത്തെ മഹത്വങ്ങൾ ആർക്കും പറഞ്ഞു തീർക്കാനാവില്ലല്ലോ. നാം ഓരോരുത്തരും ഓരോ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്. അധ്വാനിച്ച് ജീവിക്കാനാണ് അവിടുന്ന് പഠിപ്പിച്ചത്. യാചിച്ച് തിന്നുന്നതിനെ അവിടുന്ന് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു യാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. വല്ലതും തരണമേ എന്നാവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിന്റെ വീട്ടിൽ ഒന്നുമില്ലേ? അയാൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു തോൽപാത്രം മാത്രമേയുള്ളൂ. എങ്കിലത് പോയി കൊണ്ടുവരൂ എന്ന് തിരുമേനി കൽപ്പിച്ചു. അയാൾ അത് കൊണ്ടുവന്നപ്പോൾ അത് 4 ദിർഹമിന് ലേലം ചെയ്തു. 2 ദിർഹമിന് അന്നത്തേക്കുള്ള ഭക്ഷണം വാങ്ങാനും 2 ദിർഹം കൊണ്ട് മഴ വാങ്ങി വിറക് വെട്ടി ജീവിക്കാനുമാണ് ആവശ്യപ്പെട്ടത്. യാചിച്ച് ജീവിക്കുന്നവർ നാളെ മുഖത്ത് മാംസം നഷ്ടപ്പെട്ട നിലയിൽ മഹ്ശറിൽ വരുമെന്നും അവിടുന്ന് താക്കീത് ചെയ്തു. മറ്റൊരിക്കൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം അടക്കി അയാളുടെ കൈ മുസാഫത്ത് ചെയ്തു. പതിവിലേറെ ഉയരമുള്ള കൈ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണം അന്വേഷിച്ചു. പണിയെടുത്ത് താഴ്മ പിടിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ തിരുദൂതർ ആ കൈ പിടിച്ച് ചുംബിച്ചു. ഇങ്ങനെ അധ്വാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും നന്നായി അധ്വാനിക്കുകയും ചെയ്യുന്ന മഹാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പണ്ടേ മദീനയിൽ പാടി ഞാൻ പേരിലായി
പാടി ഞാൻ ഇന്നെന്ത് ജോലിയിലായി ഒന്നും നേതാവിൻ്റെ ചാരെ വന്നില്ലേ നാളെ എന്താകും ബേജാറിലായി പണ്ടേ മദീനയിൽ പാടി ഞാൻ പേരിൽ ഹബീബിൻ്റെ വാദിമായി അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മാതിയായി റൗളയിൽ പോകാനീ കൽബോ നന്നല്ല തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല റൗളയിൽ പോകാനീ കൽബോ നന്നല്ല തൗബയിൽ പോലും കരഞ്ഞ കണ്ണല്ല നേരെ പോകുകയും മനസ്സല്ലാതില്ല എന്നെ പറയാനും തെറ്റല്ലാതില്ല പറഞ്ഞു പറഞ്ഞു പകലിരവുകൾ കൊഴിഞ്ഞു വല്ലാതെ പാദം ചേർക്കണം വൈകാതെ പണ്ടേ മദീനയിൽ പാടി ഞാനെന്ന് പേരിൽ ഹബീബിൻ്റെ ഹാദിമായി അന്ന് തൊട്ടിന്നോളം നൂറിൻ പൂമോളം കണ്ടില്ലേ ഞാനെന്ത് മാതിയായി എന്നും മുഹിബിൻ്റെ മുന്നിൽ മദ്ഹത്ര പാടി ഞാൻ ഇന്നെന്ത് ജോറിലായി ഒന്നും നേതാവിൻ്റെ ചാരെ വന്നില്ല നാളെ എന്താകും ബേജാറിലായി കൂട്ടുകാരെല്ലാം ഭാഗ്യം തുണച്ച് പാട്ടുകാരൻ ഞാനോ ഇന്നും തനിച്ച് കൂട്ടുകാരെല്ലാം ഭാഗ്യം തുണച്ച് പാട്ടുകാരൻ ഞാനോ ഇന്നും തനിച്ച് തേട്ടം ഹബീബിൻ്റെ നോട്ടം മോഹിച്ച് കോട്ടമില്ല നല്ല മൗത്തും കൊതിച്ച് നീനച്ചെഴുതിയ പാട്ടുമായി കാറ്റെങ്കിലും പോയെങ്കിൽ മദീനത്തെ പ്രാവുകൾ പാടിയെങ്കിൽ പണ്ടേ മദീനയിൽ പാടി ഞാൻ പേരിൽ ഹബീബിൻ്റെ ഹാദിമായി അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ ഞാനെന്ത് മാതിയായി എന്നും മുഹിബിൻ്റെ മുന്നിൽ മദ്ഹത്ര പാടി ഞാൻ ഇന്നെന്ത് ജോലിയിലായി ഒന്നും നേതാവിൻ്റെ ചാരെ വന്നില്ലേ നാളെ എന്താകും ബേജാറിലായി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാ റാഹത്ത് തന്നെ. അല്ലടാ, കഴിഞ്ഞ പെരുന്നാളിന് നിന്റെ പെങ്ങളല്ലേ ജീൻസ് പാൻറ്റും ഷർട്ടും ഇട്ട് അങ്ങാടിയിലൂടെ പോകുന്നത് ഞാൻ കണ്ടല്ലോ. അതിനെന്താ, അവൾ ചെറിയ കുട്ടിയല്ലേ? നിന്റെ കണ്ണിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ് നബിത്തങ്ങൾ എന്താണെന്ന് പറഞ്ഞതെന്ന് നിനക്കറിയാമോ? എനിക്കറിയില്ല, നീ പറഞ്ഞതാ. പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷയും നബിത്തങ്ങൾ ശപിച്ചിരിക്കുന്നു. ശപിക്കപ്പെട്ടവരും നിന്റെ പെങ്ങൾ ഉൾപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ ഉപ്പയും ഉമ്മയും അവളെ ഈ രൂപത്തിൽ നടക്കാൻ എങ്ങനെ സമ്മതിച്ചു? ആദ്യമൊക്കെ ഞാൻ എതിർത്തിരുന്നു. പിന്നീട് ഉപ്പയും ഉമ്മയും അവളെ ഈ രൂപത്തിൽ നടത്താൻ പ്രേരിപ്പിച്ചു. പിന്നീടൊന്നും ഞാൻ പറയാൻ പോയില്ല. അവളെ ഉത്തരവാദി പഠിപ്പിക്കാൻ നിനക്കുമില്ല ഉത്തരവാദിത്തങ്ങൾ. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എത്ര ഡ്രസ് ഉണ്ടായാലും മതിയാവില്ല. അടുത്ത കല്യാണത്തിന് പോകുമ്പോൾ പുതിയത് തന്നെ വേണം. ഒരു പ്രാവശ്യം ഉപയോഗിച്ചതുണ്ടെങ്കിൽ അതെല്ലാവരും കണ്ടെന്ന കാരണവും. അതെ അതെ, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എത്ര ദിവസമായാലും മതിയാവില്ല. ചെറുപ്പത്തിൽ തന്നെ ഈ ശീലം മാറ്റില്ലെങ്കിൽ പിന്നീട് അത് മാറ്റാൻ പറ്റിയെന്ന് വരില്ല. എന്നെങ്കിലും രക്ഷിതാക്കളും ഉദ്ബുദ്ധരാവട്ടെ. അതെ അതെ, എന്നാൽ നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. വലൈക്കും. മദീനയിൽ ചെന്നാൽ ഞാനങ്ങനെ പിരിയും, മഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും, മനസ്സേ മനസ്സ്
മതിയാകുമോ നബിയോട് മടിയിൽ തല ചായ്ക്കുമോ കണ്ണേ കണ്ണേ കൊതി തീരുമോ കനിവോരെ മണ്ണിൽ നീ വീഴുമോ പുറം തിരിഞ്ഞിട്ട് നടന്ന ഗലുവാൻ കഴിയുമോ നബിയെ മുഖം തിരിച്ചിട്ട് വിട പറയുവാൻ കഴിയുമോ നബിയെ മദീനയിൽ ചെന്നാൽ മദീനയിൽ ചെന്നാൽ ഞാൻ എങ്ങനെ പിരിയും മഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും പൂവിൽ എവിടെയുണ്ട് അതുപോലെ ശാന്തത പൂവേ അവിടെ നിന്ന് പോരുന്നതെന്തിന പൂവിൽ എവിടെയുണ്ട് അതുപോലെ ശാന്തത പൂവേ അവിടെ നിന്ന് പോരുന്നതെന്തിന ജന്നത്തുൽ ബഖീനടിയിൽ സ്വർഗമാ ജന്നത്തി സലാം പറഞ്ഞാൽ സുഗന്ധമാ മൗത്തിനല്ല എങ്കിൽ ഞാൻ മദീനയിലല്ല മുത്തിനോട് യാത്ര ചൊല്ലി പോരുകയില്ല നബിയേ അത്ര ഇഷ്ടമാണ് അടുത്തിരിക്കുവാൻ മദീനയിൽ ചെന്നാൽ മദീനയിൽ ചെന്നാൽ ഞാൻ എങ്ങനെ പിരിയും മഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും ഏറെ കാത്തിരുന്ന് വന്നോ ഒരു ഭാഗ്യമാ ദൂരെ 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 പോയാൽ നഷ്ടമാ ഏറെ കാത്തിരുന്ന് വന്നോ ഒരു ഭാഗ്യമാ ദൂരെ 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 പോയാൽ നഷ്ടമാ എന്റെ കയ്യിലൊന്നുമില്ല ഹബീബരെ അങ്ങീ നെഞ്ചിനുള്ളിലല്ലേ റസൂലരെ ആ നിലാവ് കണ്ട കണ്ണ് എന്ന് കാണുവാൻ ആര്യാവ് നിന്ന പാതയെങ്ങു പോകുവാൻ തിരികെ നാട്ടിലേക്ക് പോരുന്നില്ല ഞാൻ മദീനയിൽ ചെന്നാൽ മദീനയിൽ ചെന്നാൽ ഞാനിങ്ങനെ പിരിയും മഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും യാ റസൂൽ ഹുദാവേ നബിയോരിൽ വന്ന സിറാജേ ആരിയും നബിയുടെ മരുഭൂമി നേര് പെയ്തൊഴിഞ്ഞവരെ അതരമതൊളി തെളിവെണ്ണില ചന്ദ്രമതേറിയ തിങ്കള പാതിരരാവിൻ പൗർണമി വന്നവരമ്പിയ മുമ്പര മുഹബത്താ നബിയോട് ഹാജത്താനാട് മുഹബത്താ നബിയോട് ഹാജത്താനാട് അതരമതൊളി തെളിവെണ്ണില ചന്ദ്രമതേറിയ തിങ്കള പാതിരരാവിൻ പൗർണമി വന്നവരമ്പിയം വര യാ റസൂലേ യാ ഹബീബേ യാ നബി അല്ലാഹ് യാ സഫിയേ യാ സഫിയേ യാ നജി അല്ലാഹ് പുണ്യഫലത്തിൻ ശീലുകൾ പാടിക്കൊണ്ടേ അറിയാനും കൊതിയാനേ സിദ്ദീഖോരും ഉമറും അരികിലായി മിസ്കീൻ പരിമളമായി നല്ല നേരത്തും പാവമേയും മത്ത് കൈകൾ കോർക്കുന്നു റാഹിമേ പാതിരാ നേരത്തും പാവമേയും മത്ത് കൈകൾ കോർക്കുന്നു റാഹിമേ നിൻ കൃപ നൽകാന കഥനങ്ങൾ തീരാന നിൻ കൃപ നേടാന കഥനങ്ങൾ
കടങ്ങൾ തീരാന എന്നും ഇരങ്ങിടുന്നു ഈ പാമരൻ കൈകൾ തളർന്നിടുന്നു ഈ പാമരൻ തേങ്ങിക്കരഞ്ഞിടുന്നു ഈ പാമരൻ പാതിരാ നേരത്തും പാവമേയുമ്മത്ത് കൈകൾ കോർക്കുന്നു റാഹിമേ പാതിരാ നേരത്തും مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم കാരുണ്യ കൗതുകമുദരണ പൊന്നൊളി വിതറും മുത്തുറസൂല് ആലങ്ങൾക്കാകയും ഒളിവായി പുണ്യറസൂലിൻ രാജകശീലേ മികവേറെ സുൽത്താനേ പൂമൊഴി കൈകാനായി പൊൻപുഞ്ചിരി വിടരുന്നേ പൂമുഖം കാണാനായി മുഹബത്ത് കൊണ്ടുലകത്തെ മോക്ഷത്തിൻ കനവിൽ ചേർത്ത് തിരുനബി സവിധമിൽ മതിയുണർവായി തിരുമൊഴി പരിമളം കുളിർമഴയായി തിരുനബി സവിധമിൽ മതിയുണർവായി തിരുമൊഴി പരിമളം കുളിർമഴയായി ഇസ്ലാമിൽ ഇശലിട്ടും പൂങ്കുയിലേ ലബ്ബൈക പാടുന്നു ജനകൊടി ചടങ്ങലും ഉടയവൻ അടുക്കുന്നു ഉള്ള തുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോട്ട് രസിച്ചു പതിമക്കത്തടിച്ചിരുന്നേ കൽബിൽ കുളിമത്ത് നടത്തിരുന്നേ കൽബിൽ നിർദ്ദ മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ ഗുണകൊണ്ടാനേ പല ദേശം പല ഭാഷ പല ദിശമിവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കുമിവിടം പല ദേശം പല ഭാഷ പല ദേശമിവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കുമിവിടം അഖിലരും കലിലുള്ള വിളിച്ചൊരു വിളിപ്പെട്ട് അതിർപ്പത്തിൻ തഹിലിൽ വചനങ്ങൾ ഉരവിട്ട് പാടി അവർ തേടി ജനമാക പടച്ചു വരച്ചു തുണച്ചു പുരച്ചു വിളിച്ചു പുരാനെ വിളിച്ചു മിണ്ടാനെ മിണ്ടാനെ ഗുണപൂണ്ടാനേ അസറുള്ള മണം വിഷും കാറ്റേ വന്ന് ഇസിരിന്റെ കഥ പറഞ്ഞാട്ടെ ഇഷ്ടത്തിക്ക് യൂസഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ മഞ്ചി മികച്ച പ്രവാചകരെ തൻ പുഞ്ചിരി കൊണ്ടു വളച്ചില്ലേ അച്ചിര ദൂതരെ ഒഴിഞ്ഞിരിക്കുമ്പോൾ സുന്ദരി ചെന്ന് വിളിച്ചില്ലേ സ്നേഹിക്കാതെ പോകല്ലേ സ്നേഹം വിട്ട് കളയല്ലേ ചെന്നാര പാതിനെയും മണഞ്ഞു കൊണ്ട മീനുള്ള ചെന്നാരിട്ട മുഖം മിന്നുന്നേ അണ്ടം കണ്ടത് ഗംഭീരുണ്ടത് കണ്ടത് കുളിർത്താനെ അവരിൽ പകരാൽ മുഖം നീട്ടി മുനാജാത്തു പേരുത്താനേ പുനാര പുതുമുകളനവധി നിരത്ത് കണ്ടൽ കുളിർത്തു തോഹ മുഖനം വീട്ടതിശയ ഗിരഹമിലകമതി പുകളുവതാ പുതുമുകളനവധി നിലത്ത് കണ്ടൽ കുളിർത്തു തോഹ മുഖനം വിട്ടതിശയകരമിലകമതി പുകളുവതായി നൂറിലും നൂറാണൻ തോഹ കതിരൊളി താജ നേരിലെ നായകരാണൻ തിങ്കൾ സിറാജ നൂറിലും നൂറാണൻ തോഹ കതിരൊളി താജ നേരിലെ നായകനാണൻ തിങ്കൾ സിറാജ പാരിലെ പൂരിത വജഹല്ലേ പാലകണ്ട പിന്നജബല്ലേ പാരിലെ
പാലിലെ പൂരിത വജല്ലേ പാലകൻ റബ്ബിൻ അജബല്ലേ പൂമുഖം കണ്ടിടുവാൻ ഈ മനം വന്നിടുമേ പൂമണം വീശും നേടുവാൻ മദ്ഹേ മദീന മദ്ഹേ മദീന മദ്ഹേ മദീന മദ്ഹേ മദീന എൻ കൽബിലും മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തെ മാലേരെ മന്നാനായച്ചതിലാവേ മലരായി വീടർന്ന സിറാജേ മധുബോധി പാടാമസലാ അതിലേക്ക് കനിയോ തിരുസലാം കനിവിൻ കനിയെ സല്ലല്ല കരുണക്കടലാം നബിയുള്ള അഹദിൻ നബിയെ ഹൈറുള്ള അഖിലം സബബാം തിരുമുല്ല മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തെ മലരെ ത്വാഹ മന്നാനായച്ച നിലാവേ മലരായി വീടർന്ന സിറാജേ മധുബോധി പാടാമസലാ മധുദേവി കനിയോ തിരുസലാം മുത്ത് നബിയും ഓമന പുത്രി ഫാത്തിമത്ത് സുഹ്റ മുത്ത് അലിയിൻ ഉത്തമ മണവി ഫാത്തിമത്ത് സുഹ്റ ബീവി ഫാത്തിമത്ത് സുഹ്റ നാളെ സ്വർഗ പൂങ്കാവനവിൽ നരിങ്ങളൂറുല്ലിങ്ങളുമേർത്ത് നാളെ സ്വർഗ പൂങ്കാവനവിൽ നരിങ്ങളൂറുല്ലിങ്ങളുമേർത്ത് നല്ല സീതകൾ ചൊല്ലി രസിക്കും ഫാത്തിമത്തെ സുഹ്റ ബീവി ഫാത്തിമത്തെ സുഹ്റ അലിയാരെ കല്യാണ പോതോമ ചെല്ലാൻ മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ അരിമുല്ല പൂതു ദേവി കൊടുത്തൊരുങ്ങി അത് പെങ്ങൾ പറഞ്ഞാലെങ്ങോടുങ്ങയില്ല ഓടുങ്ങയില്ല പൊന്നേലസില്ല പൊന്നിന്നരഞ്ഞാണില്ല നിന്നും നെറ്റിപ്പട്ടം ബീവിക്കന്നില്ല ബീവിക്കന്നില്ല ഗുണമണിയായ റസൂലുള്ള തണിപകരും ഗുരുനൂറുള്ള ഇഹപര നബിയ ഹബീബുള്ള ഇറയോന്റെ കനിയെ സ്വല്ലല്ല പതിമകത്തുടിപ്പുഴ മലരല്ലേ പരിശുദ്ധ കതിരൊളി പകരല്ലേ പരിമള സുരവിലെ കാവല്ലേ പെരിയോന്റെ കുടിസിലെ മയിലല്ലേ പതിമൊക്കെ തുടിത്തുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി പകരല്ലേ പരിമള സുരവിലെ കാവല്ലേ പെരിയോന്റെ കുടിസിലെ മയിലല്ലേ മർഹബ യാ നൂർ ഹൈനി മർഹബ യാ ജദൽ ഹുസൈൻ മർഹബ മർഹബ നൂർ മുഹമ്മദ് മർഹബ 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 നൂർ മുഹമ്മദ് മർഹബ 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 ആലോകെ കാരണമുത്തൊളി യാ റസൂലേ എന്നും വാരിപൂതി പൂരണമുത്തൊളി യാ റസൂലേ ആലോക സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. കുട്ടികളോട് കരുണ പുലർത്താത്തവരും മുതിർന്നവരോട് ബഹുമാനം കൽപ്പിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ആ വ്യക്തിത്വം കുഞ്ഞുങ്ങളോട് കൂടെ കളിക്കാനും സമയം ചിലവഴിക്കാനും തയ്യാറായിരുന്നു.
അവിടത്തെ കൊച്ചുമകൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ വാരിക്കുളർന്ന് ചുംബിക്കുമ്പോഴാണ് അക്രം ബിൻ ഹദീസ് ചോദിക്കുന്നത്, നബിയെ താങ്കൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുട്ടികൾക്ക് മുത്തം നൽകാത്തവർ ഹൃദയശൂന്യരാണെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുട്ടുകുത്തി നടക്കുകയായിരുന്നു. മുകളിൽ അനസ് റളിയല്ലാഹു അൻഹുവും ഉസൈർ റളിയല്ലാഹു അൻഹുവും കയറി ഇരിപ്പാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഒട്ടകം എത്ര നല്ല ഒട്ടകമാണ്, നിങ്ങളുടെ യാത്രക്കാർ എത്ര നല്ല യാത്രക്കാരാണ് എന്ന്. അവിടുത്തെ സഹചാരിയായ അനസ് റളിയല്ലാഹു അൻഹുവിന് 10 വയസ്സായപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പുറത്തയക്കുന്നത്. പുറത്തയച്ച അനസ് റളിയല്ലാഹു അൻഹു കാണുന്നത് കുട്ടികൾ കളിക്കളത്തിൽ കളിച്ചുല്ലസിക്കുന്നതാണ്. കൊച്ചുപ്രായത്തിൽ എല്ലാം മറന്ന് അനസ് റളിയല്ലാഹു അൻഹു കുട്ടികളോട് കൂടെ കളിക്കളത്തിലിറങ്ങി കളിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞു നടപ്പാണ്. കളിക്കളത്തിൽ കളിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അനസ്, ഞാൻ പറഞ്ഞ കാര്യം നീ മറന്നോ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. പാലം കടക്കാൻ പാടുപെടുത്തല്ലേ, റബ്ബേ കണ്ടുവിളക്കും നരകക്കുണ്ടിൽ ഞങ്ങളെ വീട്ടല്ലേ. ആണ്ടുകളെ സൂര്യൻ തായെ ഞങ്ങളെ നിർത്തുമ്പോൾ റബ്ബേ മൈശറയിൽ നിന്നവിശിൽ തണലും ഞങ്ങളിലെ വിടണേ. നഫ്സി നഫ്സി മൊഴിയാൻ ഞങ്ങൾ കഴിയുമ്പോൾ റബ്ബേ നിന്നുടെ കാവൽ കടാക്ഷം ഞങ്ങൾ വേഗം തന്നിടണേ. നഫ്സി നഫ്സി മൊഴിയാൻ ഞങ്ങൾ പൊട്ടിക്കരയുമ്പോൾ റബ്ബേ നിന്നുടെ കാവൽ കടാക്ഷം ഞങ്ങൾ വേഗം തന്നിടണേ. അങ്ങ് സിറാത്തിൻ പാലം കടക്കാൻ പാടുപെടുത്തല്ലേ, റബ്ബേ കണ്ടുവിളക്കും നരകക്കുണ്ടിൽ ഞങ്ങളെ വീട്ടല്ലേ. ഞങ്ങളുടെ അമലുകളെല്ലാം മീസാനിൽ തൂക്കുമ്പോൾ കനവിൽ കാണണം സുന്ദരമേറിയ വദനം കൊണ്ട് ആശ തീർക്കണം. മർഹബായ മുസ്തഫ, മർഹബായ മുജീബ, മർഹബാ അഹ്ലൻ വസഹ്ലൻ സഅലൈക റസൂലല്ലാഹ്, സഅലൈക ഹബീബല്ലാഹ്. ആചാരത്തലയുന്നാൾ ആത്മീയ നിറമുള്ള അങ്ങേക്ക് പ്രിയമുള്ള ആശികെല്ലാം ഞാൻ. ആചാരത്തലയുന്ന ആത്മീയ നിറമുള്ള അങ്ങേക്ക് പ്രിയമുള്ള ആശികെല്ലാം ഞാൻ. എന്നാലും എന്റെ നബിയെ ഇടവീഴും എന്റെ വരികൾ കാരണമായി സ്നേഹനന്ദൻ അറിയണമെങ്കിൽ നബിയെ പുൽകണം. സ്നേഹം നേടാൻ ഒന്നു
فيك مرحبا يا مصطفى مرحبا يا مجتبى مرحبا أهلا وسهلا سعديك يا رسول الله سعديك حبيب الله ആചാരത്തളയുന്നാൽ ആത്മീയ നിറമുള്ള അങ്ങേക്ക് പ്രിയമുള്ള ആശികല്ല എന്നാലും എൻ്റെ നബിയെ ഇടനീളം എൻ്റെ വരികൾ കാരണമായി റൗളയിൽ ചേർത്തിടണേ കാരണമായി റൗളയിൽ ചേർത്തിടണേ റസൂലിലാവാണ് കൽബിന്റെ നൂറാണ് പുണ്യമദീനത്തെ പൂവാണ് മുത്തിലും മുത്താണ് റസൂലിലാവാണ് കൽബിന്റെ നൂറാണ് പുണ്യമദീനത്തെ പൂവാണ് മുത്തിലും മുത്താണ് പഞ്ചാരമയ പോലെ ആ സ്നേഹം മധുവാണ് പള്ളി മീനാരത്തിൽ കേൾക്കുന്ന ബാങ്കിലും മുത്തിന്റെ പേരാണ് എൻ്റെ തോഹ റസൂലാണ് പൂവിലെ പൂന്തനയകാണ് പൂർണ്ണ നിലാവിന്റെ ചേലാണ് പുഞ്ചിരി മണ്ണിൽ പൊലിയാണ് എൻ്റെ തോഹ റസൂലാണ് എൻ്റെ തോഹ റസൂലാണ് സ്നേഹ റസൂൽ നിലാവാണ് കൽബിന്റെ നൂറാണ് പുണ്യമദീനത്തെ പൂവാണ് മുത്തിലും മുത്താണ്. അസ്സലാമു അലൈക്കും. ഏറ്റവും പ്രിയമുള്ള അധ്യക്ഷരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സദസ്യരെ, അസ്സലാമു അലൈക്കും. മഹാനായ മുത്തു മുസ്തഫ തങ്ങളുടെ ജന്മദിനം കൊണ്ടനുഗ്രഹീതമായ ഈ മഹത്തായ വേദിയിൽ അവിടുത്തെ ജന്മദിനത്തെ കുറിച്ച് പറയാനാണ് ഞാനിവിടെ. പ്രിയമുള്ളവരെ, ലോകമാകെ തിരുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആഹ്ലാദമായ സമയമാണിത്. കണ്ണും കാതും കൂർപ്പിച്ച് വെച്ച് ആർക്ക് കാണാനും കേൾക്കാനും കഴിയുന്നതാണ് ഈ ജന്മദിന ആഘോഷത്തിന്റെ ആരംഭങ്ങൾ. മണ്ണും വെണ്ണം തോരണങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ്. നീലിമയിൽ നക്ഷത്രങ്ങൾ വർണ്ണമഴ കൊഴിയുന്നത് കാണുന്നില്ലേ? എന്താണ് ഇതിന് കാരണം? മറ്റൊന്നുമല്ല, ഈ ലോക സൃഷ്ടിപ്പിന്റെ കാരണക്കാരായ മുത്തു മുസ്തഫ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആഹ്ലാദം തന്നെ. സ്നേഹഭൂമിയുടെ നെഞ്ചിനുള്ളിൽ എളുപ്പമെങ്കിലും സ്നേഹമുള്ളവർ ആരും ഈ മാസത്തിൽ ആഹ്ലാദിക്കാതിരിക്കില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപായിരുന്നു തിരുത്തങ്ങൾ പിറന്നത്. അതെ, മക്ക എന്ന മണൽഭൂമിയിലായിരുന്നു അവിടുത്തെ ജനനം. കലുഷിതമായിരുന്നു അക്കാലം. മനുഷ്യർ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്ന് ജീവിച്ചു. അവരെ ജീവിതത്തിലെ അർത്ഥം പഠിപ്പിക്കുകയായിരുന്നു തിരുത്തങ്ങൾ. സത്യം കണ്ടറിഞ്ഞ ആയിരങ്ങൾ വിശുദ്ധ മതത്തിന്റെ വാഹകരായി മാറി. നന്മയും തിന്മയും അവിടുന്ന് പഠിപ്പിച്ചു. സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചു. മനുഷ്യർ ജീവിതത്തിന്റെ നീല മേഖലകളും സമൂഹം ഈ ജീവിതത്തിലൂടെ മനസ്സിലാക്കി. അങ്ങനെയുള്ള ആ സ്നേഹഭൂമിയെ തന്റെ അനുയായികൾ ഒരിക്കലും മറന്നില്ല. നബിയെ കണ്ടവരും കണ്ട സഹാബാക്കളും അവരെ കണ്ടവരും അവിടുത്തെ പാത പിന്തുടർന്നു പോന്നു. നബിയെ കാലത്തും അവർക്ക് ശേഷവും നബിയെ ജന്മദിനം ആഘോഷിച്ചതിന് ഒരുപാട് തെളിവുകൾ കാണാം. നബി ജനിച്ച തിങ്കളാഴ്ചയിൽ അവിടുന്ന് നോമ്പെടുത്ത് അല്ലാഹുവിന് നന്ദി കാണിക്കുന്നു. നബിയുടെ അവദാനങ്ങൾ പാടാനായി പ്രത്യേക വേദിയിൽ ഒരുക്കി നൽകിയിരുന്നു തിരുത്തങ്ങൾ. ആയതിനാൽ കാലത്തിനും സാഹചര്യത്തിനും അനുബന്ധിച്ച് ഈ വേദിയെ ഞാൻ ഉണർത്തുന്നു. നമുക്ക് ആ നബിയെ ആവോളം അനുസ്മരിക്കാം. അതിന് അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഈ വമ്പിച്ച മീലാദ് സമ്മേളനത്തിൽ ഒരു പ്രഭാഷണം ചെയ്യാൻ ക്ഷണിക്കപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. അന്തിമ പ്രവാചകനായ ആഗമനം കൊണ്ട് അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകനായ മഹാനാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, അല്ലാഹുവും അവന്റെ മലക്കുകളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു. അതുകൊണ്ട് എല്ലാ സഹോദരി സഹോദരന്മാരും മേൽ സ്വലാത്ത് ചൊല്ലണം. നിസ്സംശയമുള്ള സ്നേഹവും
അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരാനാകട്ടെ. ആമീൻ. നിസ്സംശയമുള്ള കാൽപാദം പിന്തുടർന്ന് ജീവിക്കാൻ അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ. ആടിയോടി നടക്കുന്ന മനുഷ്യ നിന്റെ അവസാനം പാടുപെടും മരണത്തെ ചിന്തിച്ചോ. കഷ്ടപ്പാടുപെടും മരണത്തെ ചിന്തിച്ചോ. ആടിയോടി നടക്കുന്ന മനുഷ്യ നിന്റെ അവസാനം പാടുപെടും മരണത്തെ ചിന്തിച്ചോ. കഷ്ടപ്പാടുപെടും മരണത്തെ ചിന്തിച്ചോ. നാടുകൊള്ള മടക്കത്തിൽ വിളിക്കുവാൻ വരുന്ന നാളെ വരായെന്ന കാര്യം പറ്റൂല. നാളെ വരായെന്ന കാര്യം പറ്റൂല. നാടുകൊള്ള മടക്കത്തിൽ വിളിക്കുവാൻ വരും നേരം നാളെ വരായെന്ന കാര്യം പറ്റൂല. നാളെ വരായെന്ന കാര്യം പറ്റൂല. പൊട്ടുമത്തലയാൽ പങ്കാവിച്ച് പങ്കാരണ്ട് ആട്ടിയോറക്കുന്നു പൊന്നും ദേഹത്തെ. ആട്ടിയോറക്കുന്നു പൊന്നും ദേഹത്തെ. പച്ചമണ്ണും കല്ലും വെച്ച് കിടക്കുന്ന സമയത്ത് രക്ഷ ചെയ്യാൻ ആരും ഇല്ല സ്ഥാനത്ത്. രക്ഷ ചെയ്യാൻ ആരും ഇല്ല സ്ഥാനത്ത്. പച്ചമണ്ണും കല്ലും വെച്ച് കിടക്കുന്ന സമയത്ത് രക്ഷ ചെയ്യാൻ ആരും ഇല്ല സ്ഥാനത്ത്. രക്ഷ ചെയ്യാൻ ആരും ഇല്ല സ്ഥാനത്ത്. മുൻകറിന് സ്ഥിതി വന്ന് സുവാലിടും സമയത്ത് പാളി നോക്കാൻ കബറുള്ളിലെത്തൂല. പാളി നോക്കാൻ കബറുള്ളിലെത്തൂല. മുൻകറിന് സ്ഥിതി വന്ന് സുവാലിടും സമയത്ത് പാളി നോക്കാൻ കബറുള്ളിലെത്തൂല. പാളി നോക്കാൻ കബറുള്ളിലെത്തൂല. ആടിയോടി നടക്കുന്ന മനുഷ്യ നിന്റെ അവസാനം പാടുപെടും മരണത്തെ ചിന്തിച്ചോ. പാടുപെടും മരണത്തെ ചിന്തിച്ചോ. ബൽക്കിലെ ഇബ്രാഹിം റളിയല്ലാഹു 18 രാജ്യം വിട്ടവർ കഴിമ്പാടം പുതച്ചിടുന്നേ. ബൽക്കിലെ ഇബ്രാഹിം റളിയല്ലാഹു 18 രാജ്യം വിട്ടവർ കഴിമ്പാടം പുതച്ചിടുന്നേ. അല്ലാഹു ഇല്ലല്ലാഹു അല്ലാഹു യാ നബി യാ റസൂലുള്ളാഹ്. അല്ലാഹു ഇല്ലല്ലാഹു അല്ലാഹു യാ നബി യാ റസൂലുള്ളാഹ്. ഉസരന്നേ നാട്ടിൽ ചെന്ന് ഈ കർപ്പായം തൂക്കിടുമ്പോ ഹക്കായെ കാട്ടിൽ നിന്നിട്ടൊരു തുള വീടിടുന്നേ. ഇബ്രാഹിം റളിയല്ലാഹു 18 രാജ്യം വിട്ടല്ല. അല്ലാഹു ഇല്ലല്ലാഹു അല്ലാഹു യാ നബി യാ റസൂലുള്ളാഹ്. അസ്സലാമു അലൈക്കും. ബദറുൽ കമാലിൻ ചേലേ നബി നൂറുല്ലാഹ്. ബദറുൽ കമാലിൻ ചേലേ നബി നൂറുല്ലാഹ്. മദ്റസ പൂവിന്നും അശകേ നബി ഖൈറുല്ലാഹ്. അഹദുൽ ഖമറിലെ ഉദിച്ചിലാവി അഖിലമില്ലവരില്ലതില്ല ജമാല്. ഉടയോന് അഭിപോലെ കൊടുത്തു കലാമ്. ഉലകത്തിൽ അവരില്ലതില്ല സലാമ്. ശംസുൽ ഹുദാ മുസ്തഫ നൂറേ തൂജാ മുസ്തഫ. ശംസുൽ ഹുദാ മുസ്തഫ നൂറേ തൂജാ മുസ്തഫ. ബദറുൽ കമാലിൻ ചേലേ നബി നൂറുല്ലാഹ്. മദ്റസ പൂവിന്നും അശകേ നബി ഖൈറുല്ലാഹ്. ജന്നാത്തിന്റെ ബാബിൽ കുറിച്ചുള്ള നാമം ജന്മം കൊണ്ട ശേഷം ശ്രമിച്ചുള്ള നാദം. ജയമകൾ ശിലമിൽ തെളിയിച്ച പതിമതി. ജയഭഗ പടക്കുവാൻ സബബല്ല തിരുനബി. ജഗലിന്റെ കീഴിൽ വട്ടി അണ്ണനുള്ള കുറുനബി. ജഗപക കുവൻ സബബല്ല തിരുനബി. യാസിൻ
റസൂലേ അസ്സലാം ആത്തിൻ ഹബീബേ തിരുസലാം യാസീൻ റസൂലേ അസ്സലാം ആത്തിൻ ഹബീബേ തിരുസലാം വഹബത്തിൻ വഴിയിലെ അജബിന്റെ പതിയിലെ മതിത്തിങ്ങും ബദറിലെ കതിരണി മനസ്സകമെറിയുമ്പോൾ ബദർ കതിരണി യാസീൻ റസൂലേ അസ്സലാം ആത്തിൻ ഹബീബേ അസ്സലാം യാസീൻ റസൂലേ അസ്സലാം ആത്തിൻ ഹബീബേ തിരുസലാം ബദറുൽ കമാലിന്നും ചേരുന്ന മദ്റസ പൂവിനും അശകേ നബി റഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും. ആദം നബി സുന്ദര സ്വർഗം കണ്ടോ സർവാദര ചന്തം നാദാ നിന്നത്ഭുത മുഖ്യ ഹബീബിദിന സ്വന്തം മുഹമ്മദിലൂടെ ആകുന്നാലും പരമുഴുവനും അവകളിലിറങ്ങും ഇടയവൻ അമറുകൾ അതിനുള്ളിലിറങ്ങും ഇടനെഞ്ചിലിരുത്തിയാൽ ഉടനടി ഉയരും രോജാ നബി തൻ തിരുനാമം ഉരുത്തമരുത്തമര് തിര പോലുയരും പന്മാർ ഓ അതിലേറി വരും ഗരിമാർ റൂഹി ഫിദാക ഹബീബുല്ലാഹ് ആദം നബി സുന്ദര സ്വർഗം കണ്ടോ സർവാദര ചന്തം നാദാ നിന്നത്ഭുത മുഖ്യ ഹബീബിദിന സ്വന്തം മുഹമ്മദ് മുഹമ്മദിലൂടെ ആകുന്നാലും പരമുഴുവനും അവകളിലിറങ്ങും ഇറയവൻ അമറുകൾ അതിനുള്ളിലിറങ്ങും ഇടനെഞ്ചിലിരുത്തിയാൽ ഉടനടി ഉയരും രോജാ നബി തൻ തിരുനാമം രുത്തമരുത്തമര് തിര പോലുയരും പന്മാർ ഓ അതിലേറി വരും ഗരിമാർ റൂഹി ഫിദാക ഹബീബുല്ലാഹ് 12 പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു 12 പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു ഒടുങ്ങാത്ത സ്നേഹമിതാ അടുങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈ മാനിനകത്ത് സ്തുതിദിനമാ നബിയെ ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ ആദം നബി സുന്ദര സ്വർഗം കണ്ടോ സർവാദര നാദാ നിന്നത്ഭുതം ഹബീബിദിന സ്വന്തം മുഹമ്മദ് മുഹമ്മദിലൂടെ ആകുന്താൽ ഇഹപരമുഴുവനും അവകളിലിറങ്ങും ഇറയവൻ അമറുകൾ അതിനുള്ളിലിറങ്ങും ഇടനെഞ്ചിലിരുത്തിയാൽ ഉടനടി ഉയരും രോജാ നബി തൻ തിരുനാമം ഉരുത്തമരുത്തമര് തിര പോലുയരും പന്മാർ ഓ അതിലേറി വരും ഗിരിമാർ റൂഹി ഫിദാക ഹബീബുല്ലാഹ് പാടാനിനി വാക്കുകളില്ല പാടിയതൊന്നും പായാകില്ല പകലോനെ പോലെ ചിരിക്കും പൂനബിയാമുല്ല പാടാനിനി വാക്കുകളില്ല പാടിയതൊന്നും പായാകില്ല പകലോനെ പോലെ ചിരിക്കും പൂനബിയാമുല്ല പുകളിന് ബദലില്ല ഉലകത്തിനതിരില്ല പളപളമിന്നും 14 പോലെ ജലിഞ്ഞവരെ പകലിൽ പൊയ്ക നിറഞ്ഞവരെ നാദം നബി സുന്ദര സ്വർഗം കണ്ടു സർവാദര ചന്തം നാദാ നിന്നത്ഭുത മുഖ്യ ഹബീബിദിന സ്വന്തം
മുഹമ്മദ് മീമും അതിലൂടെ ആകുന്താൽ ഇഹപര മുഴുവനും അവകളിലിറങ്ങും നിറയവൻ അമുറുകൾ അതിനുള്ളിലിറങ്ങും ഇടനെജിലിരുത്തിയാൽ ഉടനടി ഉയരും റോജാ നബി തൻ തിരുനാമമുരത്തമരുത്തമരെ തിര പോലെ വരും വന്മാർ അതിലേറി വരും ഗിരിമാൻ റൂഹി ഫിദാക ഹബീബുല്ലാഹ് നബി സ്നേഹമറിഞ്ഞവരാരും മഞ്ഞു മനസ്സ് പിരിഞ്ഞവരില്ല നബിമാനന് കുഞ്ഞിളമാനെ പോലെ വിളിക്കരുതേ കാണാതിരിക്കരുതേ പോകാതിരിക്കരുതേ നമ്മുടെ ചലനം നിശ്ചലനം എല്ലാം മുത്തൊളി കാണൂലേ ആ മനമാകവിതമ്പൂലേ ആദം നബി സുന്ദര സ്വർഗമി കണ്ടു സർവാതര ചന്തം നാദാ നിന്നത്ഭുത മുഖ്യ ഹബീബിദിനാ സ്വന്തം മുഹമ്മദ് മീവും അതിലൂടെ ആകുന്താലും പല മുഴുവനും അവകളിലിറങ്ങും ഇടയവൻ അമുറുകൾ അതിനുള്ളിലിറങ്ങും ഇടനെഞ്ചിലിരുത്തിയാൽ ഉടനടി ഉയരും റോജാ നബി തൻ തിരുനാമമുരത്തമരുത്തമരെ തിര പോലുയരും വന്മാർ അതിലേറി വരും ഗിരിമാർ റൂഹി ഫിദാക ഹബീബുല്ലാഹ്. അസ്സലാമു നിത്യസലാത്തിൽ ഞാനാനന്ദ അതിരുളിക്കോൾ വാരത്തി അതിരളി ഞാനായിത്തി പകരളമായി ചേരുന്ന അതിരളി നൂറ് എൻ്റെ പകരളയാനായി എൻ്റെ നദി നൂറ്. അസ്സലാമു അലൈക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അടുത്തതായി ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തതായി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
يا حبيبي مرحبا يا نور عين مرحبا Allah marhaba marhaba jadal Husain ya Rasul marhaba marhaba nur ain marhaba marhaba jadal Husain ya Rasul تبسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله بأبي البدر يا الله ببسم الله وبالهادي رسول الله وكل مجاهد لله بأبي البدر يا الله إلهي سلم من الآفات والنقمة ومن أمن ومن عمى بأبي البدر يا الله بسم الله وبالهادي رسول الله وكل مجاهد لله بأبي البدر يا الله يا الله أنا بارئنا أنت رازقنا أنت منجينا فاغفر لنا في ذنبنا في دار السلام منجينا يا الله أنت رازقنا أنت منجينا فاغفر لنا في ذنبنا في دار السلام منجينا فاغفر لنا في ذنبنا في دار السلام منجينا الله الله رب الله الله نعبد الله نحمد الله نشكر الله عليك فضل من الله يا جود الذاكرين يا شهود الحامدين كثير ذكر المؤمنين بدليل طالبين الله الله نحمد الله نشكر الله عليك فضل من الله يا نبي عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم السلام
عليكم ورحمة الله വിനയത്തോടെ إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്കെല്ലാവർക്കും ഒത്തുകൂടാനും നമ്മുടെ കുട്ടികളുടെ ഒക്കെ കലാപരിപാടികളും ഒക്കെ കാണാനും ഒക്കെ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദന്മാർ വളരെയധികം ഈ കാര്യത്തിന് വേണ്ടി ഒരുപാട് മെനക്കെട്ടിട്ടുണ്ട്. ഏതായാലും ശരി, വളരെ വിജയകരമായ ഒരു പരിപാടിയാണ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളുണ്ട്. ഇവരൊക്കെ എല്ലാവരും അതുപോലെ ഞങ്ങളോട് എപ്പോഴും പിന്നെ നമുക്ക് നല്ലൊരു ഉണർവിന് വേണ്ടി ഒരു പാട്ട് നല്ല നീളത്തിലും പിന്നെ മൊത്തത്തിലൊക്കെ നമുക്ക് പാടി തന്ന് ഷാദാഹു പിന്നെ ഒരു കാര്യം ആദ്യത്തൊക്കെ നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാർ അവർക്കൊക്കെ അല്ലാഹു എല്ലാവിധ ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ, ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ പല നിലക്കുള്ള സഹായങ്ങൾ സാമ്പത്തികമായി കൊണ്ട്, അതുപോലെ തന്നെ ചായ സൽക്കാരങ്ങൾ, അതുപോലെ മറ്റുള്ള കവറുകൾ കൊടുത്ത് ഇതൊക്കെ വലിയൊരു ചെറിയ കാര്യങ്ങളൊന്നുമില്ല. റസൂലുള്ളാഹിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വേണ്ടിയൊന്നുമില്ല. അതിന് തന്നെയാണ് എല്ലാത്തിനും കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പണത്തുക ഒരു ഹയറ് നമുക്ക് കിട്ടാതിരിക്കുമല്ലേ, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ നോട്ടുമാല അണിച്ചു കൊടുത്ത് അവർക്കൊക്കെ പ്രോത്സാഹനം നൽകി എല്ലാവരും ഈ സമയം വരെ റസൂലുള്ളാഹിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ മറ്റേ പിന്നെ വേണ്ടി കാത്തിരുന്ന് ഈ സമയം വരെ നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നതും ഒക്കെ വലിയ ഒരു സുപ്രധാന അമലുകളിൽ അല്ലാഹു മറ്റേ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തികഞ്ഞ അച്ചടക്കവും മികച്ച വിദ്യാഭ്യാസവും ഉജ്ജ്വല വിജയവും ഉന്നതമായ സംസ്കാരവും അച്ചടക്കവും നമ്മുടെ കുട്ടികൾക്കൊക്കെ അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാവിധ പിന്നെ ഇനിയും ഇതിലും ഉപരിയായി അടുത്ത വർഷം നല്ല ഒരു പരിപാടിയാക്കി അല്ലാഹു പിന്നെ ഇതിനെ ഉയർത്തിരുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുള്ള സൗഹാർദ്ദവും ഐക്യവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളോടൊക്കെ തീർത്ത് ഇൻഷാ അല്ലാഹ് നല്ല ഐക്യത്തോടുകൂടിയും നല്ല ഒരു സൗഹാർദ്ദത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും നാം എല്ലാവരും എപ്പോഴും പിന്നെ എന്താണ് എല്ലാ ഇടപാടുകളും ഒക്കെ നല്ല ഒരു മനസ്സോടുകൂടി നല്ലൊരു ഐശ്വര്യത്തോടു കൂടി ആയിരിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കരയിലും കടലിലും ആകാശത്തിലും നമുക്ക് അല്ലാഹു അനുഗ്രഹം നൽകുമാറാവട്ടെ. ഷറഫാക്കപ്പെട്ട ഇന്നുകൊണ്ട് പിന്നെ പരിപാലനപരമായ ദീൻ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുവാനും പ്രബോധനം ചെയ്യുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനും രാജ്യത്തെ സേവിക്കുവാനും ഒക്കെയുള്ള ഒരു പ്രത്യേക തൗഫീഖ് പ്രത്യേകമായ
ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകുമാറാവട്ടെ. ഇതിന് മുന്നേ നമ്മുടെ ഉസ്താദ് അബ്ദുൽ ഖാദി, അതുപോലെ തന്നെ എൻ്റെ വന്യപിതാവ് കുഞ്ചേരി കോയത്തങ്ങൾ, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള പല ആളുകളുടെ ഇതിലേക്ക് വേണ്ടി കാസിമാജി നമുക്ക് മറക്കാനാവാത്ത ഒരു കാര്യം എപ്പോഴും പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ അവരുടെ മകൻ യഹിയ, ഇതിനോടൊക്കെ വലിയ ലോക അടിസ്ഥാനത്തിൽ തന്നെ ഈ കാര്യങ്ങൾക്ക് ഓടി നടക്കുന്ന ആളുകളാണ് യഹിയ, അതുപോലെ തന്നെ ഇസ്മായിൽ, അവരുടെ ജ്യേഷ്ഠൻ ഇസ്മായിൽ, അതുപോലെ നമ്മുടെ പിന്നെ എന്താണ് അസീസിൻ്റെ ഒരു അഭാവം നമുക്ക് വലിയൊരു പിന്നെ ഒരു അഭാവം തന്നെയാണ്. ഈ വക ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് മനുഷ്യർക്ക് പോയി തിരിച്ച് ഇതിൽ പങ്കെടുക്കാനൊന്നും കഴിഞ്ഞില്ല. എന്നാലും ശരി, അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് കമ്മിറ്റിയിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പിന്നെ ദുആയിരക്കണം, കമ്മിറ്റിയോടൊക്കെ സഹകരിക്കണം. അതിന് പ്രസിഡന്റ്, സെക്രട്ടറി ഒന്നുമില്ല, എല്ലാവരും എന്താണ് സ്ഥാനം അലങ്കരിക്കുന്ന മാത്രമേ ഉള്ളൂ. എല്ലാവരും സ്ഥാനങ്ങളും ഓരോരുത്തരും മനസ്സിലുണ്ട്. അള്ളാഹുവിൻ്റെ സ്ഥാനമാണ് ഏറ്റവും വലിയ സ്ഥാനം എന്നല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഗുണങ്ങളും അള്ളാഹു നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും പിന്നെ എന്താണ് ജീവിതത്തിൽ നന്മകൾ നിറയുമാറാവട്ടെ, ബന്ധങ്ങൾ ഊഷ്മളമായിരിക്കട്ടെ, പരസ്പരം ദുആകളിൽ മറക്കാതിരിക്കുക ഇൻഷാ അല്ലാഹ്. ഈ മഹത്തായ നബി ദിന ആഘോഷത്തിന് ഇൻഷാ അല്ലാഹ് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽ റഹ്മത വൽ ബറകത വസ്സലാമത വസ്സബ്ര ഫീനാ ഫി അമായിന ലാ സിയമാ ഫി ഹാദൽ برنامج وسائر امورنا عاجلها والإكرام. اللهم وفق ربنا الجماعه من كل خير والسلام، واخذ ايدينا بالنجاه والفوز، ووفقنا لخدمه دينك مع الاخلاص والتوكل. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم انا نسالك الامن والامان والسلامه، ونعوذ بالله من شر هذا الزمان. اللهم اغفر لوالدينا وارحم والدينا برحمتك كما ربنا صغارا. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار بمنك وكرمك وجودك برحمتك يا الله يا ارحم الراحمين. والصلاه والسلام عليك جدي يا سيدي يا رسول الله. الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. നമ്മുടെ യോഗത്തിൻ്റെ നന്ദി ആശംസിക്കുന്നതിന് വേണ്ടി നദീർ ഉസ്താദ് അവർകളെ സാധാരണ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ഈ സദസ്സിൽ അൽഹംദുലില്ലാഹ് തുടക്കം മുതൽ അവസാനം വരെ സഹകരിച്ച രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ ഉസ്താദുമാർ എല്ലാവർക്കും ഈ സദസ്സിൻ്റെ ആ ബർക്കത്ത് അല്ലാഹു തആല നൽകുമാറാകട്ടെ. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ധന്യമായ നന്ദി അറിയിച്ചുകൊണ്ട് 3 സ്വലാത്തോടുകൂടി ഈ സദസ്സ് പിരിച്ചുവിടുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. Okay.